പടിയൂർ പെരുമണ്ണിൽ 10 കുരുന്ന് ജീവനുകൾ കവർന്നെടുത്ത ഓർമ്മകൾക്ക് 17 വർഷം. പെരുമണ്ണ് ദുരന്തത്തിന്റെ വാർഷികത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സജി ജോസഫ് എംഎൽഎയും കുട്ടികളുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ഡിസംബർ 4 പെരുമണ്ണിനെ തീരാദുഃഖത്തിലാഴ്ത്തിയ വാഹനാപകടം നടന്നത്. ശ്രീനാരായണ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടുവരുന്ന സമയം പിന്നിലൂടെ എത്തിയ ടെമ്പോ ട്രാക്സ് ക്രൂയിസർ കുട്ടികളെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വലതുവശം ചേർന്ന് നടക്കുകയായിരുന്ന കുരുന്നുകളിൽ പിറകിൽ നടന്നവരെയാണ് മരണം കവർന്നത്. ബാക്കിയായത് ചോരക്കറ പുരണ്ട് ചിതറിക്കിടന്ന സ്കൂൾ ബാഗുകളും ചെരുപ്പുകളും മാത്രം. 9 കുട്ടികൾ സംഭവ ദിവസവും ഒരാൾ 9ാം ദിവസവുമാണ് മരിച്ചത്. മരിച്ചവരിൽ ഒരു ആൺകുട്ടിയും ബാക്കി പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. കുമ്പത്തി ഹൗസിൽ PK കാവ്യ, ചിത്തേൽ വീട്ടിൽ A സാന്ദ്ര, ബാറുകുന്നുമ്മൽ വീട്ടിൽ N വൈഷ്ണവ്, കുമ്പത്തി ഹൗസിൽ PV അഖിന, ബാറുകുന്നുമ്മൽ വീട്ടിൽ P സോന, റംഷാന, രാമപുരം വീട്ടിൽ VP മിഥുന, കൃഷ്ണാലയത്തിൽ K നന്ദന, കുമ്പത്തി ഹൗസിൽ K സഞ്ജന, PV അനുശ്രീ എന്നിവരാണ് മരിച്ചത്. 12 കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ വാഹനമോടിച്ച മലപ്പുറം കടൂരിലെ M അബ്ദുൾ കബീറിനെതിരെ ഇരിക്കൂർ പോലീസ് മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തത്. സജി ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ജീവൻ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ പാവനമായ സ്മരണയ്ക്ക് ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ പ്രത്യേകമായി മനസ്സിലോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ സ്മൃതി മണ്ഡപം എത്തുമ്പോൾ കുരുന്നുകളെ ഓർക്കാത്തവരായി ആരും കാണില്ല. ഇതുവഴി കടന്നുപോകുന്ന ഓരോരുത്തരും പൂക്കൾ സമർപ്പിച്ചാണ് മടങ്ങാറുള്ളത്. പെരുമണ്ണിലെ ചെങ്ങള വീട്ടിൽ കൃഷ്ണവാര്യർ എന്ന കർഷകൻ നൽകിയ സ്ഥലത്താണ് 9 കുഞ്ഞുങ്ങൾക്ക് അന്ത്യനിദ്ര ഒരുക്കിയത്. റംഷാനയെ പെടയങ്ങോട് ജുമാ മസ്ജിദ് ഖബറിടസ്ഥാനിലും അടക്കം ചെയ്തു. ദുരന്തം നടന്ന വെളിപ്പാട് അകലെയായി അവർ ഉറങ്ങുന്നുണ്ട്, ശാന്തമായി. ഇന്നും പെരുമൺ ദുരന്തം നാടിന് തീരാവേദനയായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.